നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി എട്ടാമത്തെ ശ്ലോകം. ഭഗവാന്റെ ആ സുദർശന ചക്രം കണ്ടു പേടിച്ച കൃത്യ തിരിച്ച് ഓടിയപ്പോൾ നേരെ ഓടിയത് സുദക്ഷിണന്റെ അടുത്തേക്കാണ്. ആ സുദക്ഷിണനെയും നശിപ്പിക്കുന്നു, ഒപ്പം ആ കാശി രാജധാനിയെയും മുഴുവനായിട്ട് ആ സുദർശന ചക്രം ദഹിപ്പിക്കുന്നു എന്നതാണ് പറയുന്നത്. അഭ്യാപതതി അമിതധാംനി അഭ്യാപതത്യമിതധാംനി ഭവൻ മഹാസ്ത്രേ ഹാ ഹാ ഇതി ഹാഹേതി വിദ്രുതവതി ഖലു ഘോരകൃത്യ രോഷാത് സുദക്ഷിണം അദക്ഷിണചേഷ്ടിതം സുദക്ഷിണം അദക്ഷിണചേഷ്ടിതം തം പുപ്ലോഷ ചക്രമപി കാശിപുരീം അധാക്ഷീത്. അമിതധാംനി അളവറ്റ തേജസ്സോടുകൂടിയ ഭവൻ മഹാസ്ത്രേ അവിടുത്തെ ആ സുദർശന ചക്രം അഭ്യാപതതി തന്റെ നേർക്ക് വരുന്നത് കണ്ട് ഘോരകൃത്യ ആ ഭയങ്കരിയായ കൃത്യ ഹാ ഹാ അയ്യോയ്യോ എന്ന് വിദ്രുതവതി അത് പറഞ്ഞുകൊണ്ട് അങ്ങ് ഓടാൻ തുടങ്ങി. നിലവിളിച്ചുകൊണ്ട് തിരിച്ചോടിയിട്ട് രോഷാത് ആ ദുഷ്ടപ്രവൃത്തി ചെയ്ത് അദക്ഷിണ ചേഷ്ടിതാം ആ ദുഷ്ടപ്രവൃത്തി ചെയ്ത ആ സുദക്ഷിണനെ തം സുദക്ഷിണം തന്റെ അച്ഛനെ കൊന്നതിന്റെ രോഷത്താൽ അദക്ഷിണ ചേഷ്ടിതം ദുഷ്ടത്തരം ചെയ്ത തം സുദക്ഷിണം ആ സുദക്ഷിണനെ ഖലു പുപ്ലോഷ അവനെ ആദ്യം ദഹിപ്പിച്ചു. ചക്രം മാത്രമല്ല അതുകൊണ്ടും നിർത്താതെ കാശീപുരിമപി ആ കാശി നഗരത്തെ മുഴുവൻ അധാക്ഷീത് ദഹിപ്പിച്ചു കളഞ്ഞു. ശ്ലോകം 8. അഭ്യാപതത്യമിതധാംനി ഭവൻ മഹാസ്ത്രേ ഹാഹേതി വിദ്രുതവതി ഖലു ഘോരകൃത്യാം രോഷാത് സുദക്ഷിണമദക്ഷിണചേഷ്ടിതം തം പുപ്ലോഷ ചക്രമപി കാശിപുരീം അധാക്ഷീത്. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. വേദവ്യാസനും ശ്രീ ഗുരുവായൂരപ്പനും ഭട്ടപാദർക്കും നമസ്കാരം. പൂർവികർക്കും ഗുരുജനങ്ങൾക്കും നമസ്കാരം. മഹത്തായ മഹാശക്തിയെ പ്രണമിക്കുന്നു. കാരണം അതിൻ്റെയൊക്കെ ഒരു കേളികളാണ് നമ്മൾ നാരായണീയത്തെ കൂടിയിട്ടും ഭാഗവതത്തെ കൂടിയിട്ടും മനസ്സിലാക്കുന്നതും ആസ്വദിക്കുന്നതും ആനന്ദിക്കുന്നതും ഒക്കെ. ഇവിടെ 81 വിഷയത്തിലെ 8ാമത്തെ ശ്ലോകം നോക്കാം. മറ്റൊരു പ്രധാനമായ വസ്തു എന്താണെന്ന് വെച്ചാൽ ശിവനെ ഭജിച്ച് ആ ഘോരകൃതിയെ സൃഷ്ടിച്ചു കൊടുത്തപ്പോൾ മഹാദേവൻ പറയുണ്ടായിട്ടുണ്ട്. അതായത് ശിഷ്ടജനങ്ങളിൽ അല്ലെങ്കിൽ നല്ലവരിൽ ഇത് പ്രയോഗിക്കരുത്, ദുഷ്ടന്മാരിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഹിതം നോക്കാത്ത അഹിതം ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ മാത്രമേ ഈ ഒരു കൃത്യക്കൂടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അബ്രഹ്മണ്യരിൽ മാത്രമേ ഇത് പ്രയോഗിക്കാവൂ, ബ്രഹ്മണ്യരിൽ പ്രയോഗിക്കരുത്.
ആ ബ്രഹ്മണ്യരിൽ ഏറ്റവും പ്രധാനമാണ് ശ്രീകൃഷ്ണൻ. അപ്പം അതുകൊണ്ട് തന്നെ ആ ശിവൻ്റെ വാക്കുകളെ അനാദരിച്ചുകൊണ്ടാണ് സുദക്ഷണൻ ഈ ഒരു സാഹസത്തിന് പുറപ്പെട്ടത്. തൻ്റെ തന്നെ നാശത്തിന് വഴിവെച്ചു. ആ കൃത്യ മുന്നേറുന്ന സമയത്താണ് അതിശക്തമായിട്ടുള്ളതായ പ്രകാശത്തോട് കൂടിയിട്ട്, നല്ല തേജസ്സോട് കൂടിയിട്ട് ഭഗവാന്റെ സുദർശനം ആ കൃത്യയുടെ നേരെ പാഞ്ഞു വരുന്നത്. ആ പാഞ്ഞു വരുന്ന കണ്ടപ്പോൾ കൃത്യ ശരിക്കും ഭയന്നു. കൃത്യ മാത്രമല്ല, ശിവഭൂതങ്ങളും ഭയന്നിരിക്കാം. അപ്പോഴാണ് കൃത്യ മനസ്സിലാക്കിയത് തോന്നുന്നു, തന്നെ പ്രണയിച്ചത് ദുഷ്ടരെ ഇല്ലാതാക്കാനല്ല, സാക്ഷാൽ ഭഗവാനെ എതിർക്കാനാണ് പ്രണയിച്ചത്. അതൊരു ദുരുദ്ദേശമാണ് എന്നറിഞ്ഞതായ ആ കൃത്യനല്ല, ആ കൃത്യ അഗ്നിയോട് കൂടിയിട്ട്, അത് ശക്തമായ തേജസ്സോട് കൂടിയിട്ട്, അതിൻ്റെ നശീകരണ ശക്തിയോട് കൂടിയിട്ട് കോപിച്ചുകൊണ്ട് തിരിച്ചു പോയിട്ട് ആ സുദക്ഷണനെ കത്തിച്ചു. കാശി നഗരവും കത്തിച്ചു. ഇവിടെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു മുന്നറിയിപ്പാണ് ഇവിടെ. ദേവശക്തികളെ മന്ത്രം കൊണ്ടൊക്കെ വശത്താക്കി പൈശാചികമായ കർമ്മങ്ങൾക്കൊക്കെ നിയോഗിക്കുകയാണെങ്കിൽ അത് അവരുദ്ദേശിക്കുന്ന ദുഷ്ടലക്ഷ്യങ്ങൾ ചിലപ്പോൾ നിറവേറ്റപ്പെടാം എങ്കിലും ആത്യന്തികമായി അത്തരം ആഭിചാര ക്രിയകൾ അവരെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ കഥയിൽ പറയുമ്പോൾ നിരപരാധികളായിട്ടുള്ളതായ കാശിവാസികൾക്ക് മുഴുവനും ആ സുദർശനത്തിൻ്റെ തേജസ്സിൽ, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ ദോഷം, ഒരാൾ ചെയ്ത പ്രവൃത്തിയുടെ ദോഷം കൊണ്ട് ഇല്ലാതാവേണ്ടി വന്നു, അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ ചെയ്യുന്ന ദുഷ്കർമ്മം പലപ്പോഴും അയാൾക്ക് മാത്രമല്ല ദോഷം ചെയ്യുക, അതിനോട് ബന്ധപ്പെട്ട പലർക്കും ഉണ്ടാവും. ലോകത്ത് ജീവിക്കുമ്പോൾ സ്വാർത്ഥ മനസ്സോടുകൂടി ചെയ്യുമ്പോൾ ചിന്തിക്കുക, ഇത് തന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണോ എന്നുള്ളതൊക്കെ വളരെയധികം ചിന്തിക്കാണ്ട്. അതുകൊണ്ടാണ് ആത്മീയതയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാർത്ഥ മനസ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇതാണ് ഇവിടെ തരുന്ന ഒരു സന്ദേശം. സുദക്ഷണനാണ്, നല്ല കഴിവുള്ള ആളാണ്, പ്രാപ്തനാണ്, കാശിരാജാവിൻ്റെ മകനാണ്. പക്ഷെ ചെയ്ത പ്രവൃത്തി ദുരുദ്ദേശപരമായി, അല്ലെങ്കിൽ അതൊരു ആഭിചാര പ്രവൃത്തിയായി തീർന്നത് കൊണ്ടാണ് തനിക്കും തൻ്റെ രാജ്യത്തിനും അത് നാശമായി ഭവിച്ചത്. അതുപോലെ തന്നെയാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും ചിലപ്പോൾ അതിലെ ഒരാളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നാശം സംഭവിക്കാം എന്ന ഓർമ്മപ്പെടുത്തൽ ഇതിലുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. ഹരിശരണം.